ഇന്നത്തെ വീഡിയോയിൽ ചെയിൻ എളുപ്പത്തിൽ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജി റോളർ. മാർക്കറ്റിൽ ഒരു 1000-1200 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ വീല് കറക്കി ചെയിൻ ലൂബ് ചെയ്യാനും ക്ലീൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഗാരേജിലേക്ക് പോകല്ലേ. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് 40 mm ഡയമീറ്ററും 2 mm തിക്നെസ്സുള്ള 7 ഇഞ്ച് നീളത്തിൽ 2 പൈപ്പിൻ്റെ പീസ്. അതിൽ കയറുന്ന വിധത്തിൽ കറക്റ്റായിട്ടുള്ള 6301 നമ്പറിലുള്ള 4 ബെയറിംഗ് വേണം. അത് നമ്മൾ പഴയതാണ് എടുത്തിട്ടുള്ളത്, വർക്ക്ഷോപ്പിൽ നിന്ന് ഒഴിവാക്കിയ പഴയ ബെയറിംഗ് ആണത്. പിന്നെ 6 mm തിക്നെസ്സിലുള്ള 2 പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 ഇഞ്ചിലുള്ള ഹോളിൻ്റെ 4 പീസുകളും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ആംഗ്ലറിൻ്റെ പീസ് വേണം. അതേപോലെ തന്നെ ആംഗ്ലറിനൊപ്പം നമുക്ക് ഇതുപോലെ 2 ആക്സിൽ വേണം. ബൈക്കിൻ്റെ ആക്സിലാണ്, പഴയതാണ് ഇത്. എന്നിട്ട് നമ്മളിതുപോലെ വെച്ചിട്ട് ഈ 2 പട്ടയും കൂടി കൂട്ടി വെച്ചിട്ട് വെൽഡ് ചെയ്യും. ആദ്യം നമ്മൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ മട്ടത്തിന് വെച്ചിട്ട് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുഴുവൻ വെൽഡ് ചെയ്യും. ഇതായി കാണാൻ ഇതിൻ്റെ ഏകദേശം ഷേപ്പ്, എവിടെയാണ് ആ റോളർ കിടന്ന് കറങ്ങുക. അപ്പോൾ ആ ഷേപ്പിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ ആദ്യം സ്പോട്ട് ചെയ്യാം, പിന്നീട് നമുക്ക് ഒന്നിച്ച് മുഴുവനായിട്ട് വെൽഡ് ചെയ്തെടുക്കാം. ഇത് ചെയിനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ താല്പര്യപ്പെടുന്നു. അതേപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡില്ലാത്ത ബൈക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും അതേപോലെ എല്ലാ വർക്ക്ഷോപ്പുകാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഏകദേശം നമ്മുടെ ഫ്രെയിമൊക്കെ മുഴുവനായിട്ട് വെൽഡ് ചെയ്ത് തീരാനായിട്ടുണ്ട്. ഇനി നമ്മൾ ആ റോളർ ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. നമ്മൾ നേരത്തെ തന്നെ തുളച്ച് വെച്ച ആ പട്ടയുടെ പീസ് ഇതേപോലെ ആക്സിൽ കടത്തി വെച്ചിട്ട് ഇതേപോലെ വെച്ച് വെൽഡ് ചെയ്യുക. എന്താ ഇതേപോലെ ആക്സിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോള് വലിയ ലൂസൊന്നുമില്ല, അത്യാവശ്യം ടൈറ്റാണ്. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ ആക്സിലിടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആക്സിൽ വെച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെൽഡ് ചെയ്യുമ്പോൾ നന്നായി ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് വണ്ടി കയറിയിരുന്ന് കറങ്ങാനുള്ളത്. ചിലരത് ഇതിൽ കയറ്റി നിർത്തി സ്റ്റാർട്ട് ചെയ്യുന്ന കാണാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് കറക്കുന്നതാണ് സേഫ്. അപ്പോൾ ക്ലീൻ ചെയ്യാനും കാര്യമുള്ളവരൊക്കെ വണ്ടി ഇതിൽ കയറ്റി നിർത്തിയിട്ട് കറക്കി നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രെയിം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ റോളറിന് വേണ്ട ബെയറിങ് അതിനകത്തേക്ക് അടിച്ചിറക്കി കൊടുക്കുക. അത് ഏകദേശം ഈ 2 mm തിക്നെസ്സുള്ള 40 mm, അതായത് 1.25 ഇഞ്ചിൻ്റെ GI പൈപ്പ് ആണെങ്കിൽ അതിനകത്ത് ഈ 6301 എന്ന് പറയുന്ന നമ്പറിലുള്ള ബെയറിങ് കറക്റ്റാണ്, വളരെ സ്യൂട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ അളവെടുത്ത് പറഞ്ഞത്. ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പം അതാണ്, ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉൾഭാഗം, ഈ റോളർ കറങ്ങുന്ന ഉൾഭാഗം വളരെ വൃത്തിയിൽ ഗ്രൈൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം, കാരണം അടിയിൽ സീറ്റിംഗ് ആയിട്ട് ഫ്ലോറിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ റോളറിൻ്റെ 2 സൈഡ് ഉൾഭാഗം, ഈ 2 ക്ലാമ്പിൻ്റെ ഉൾഭാഗം നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ മറ്റേ കറങ്ങുമ്പോൾ അതിൽ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ലോക്കായ വണ്ടി ഇതിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറം ഭാഗം കാര്യമായിട്ട് ചെയ്യണമെന്നില്ല, ഉൾഭാഗം നന്നായി ചെയ്യുക. വെൽഡിങ് എത്രത്തോളം ബലം കിട്ടണോ അത്രത്തോളം ഗ്രൈൻഡിങ് കുറയ്ക്കുക. പക്ഷേ ഉൾഭാഗം ഗ്രൈൻഡ് ചെയ്യാതെ നമുക്ക് നിർത്തില്ല. അതുകൊണ്ട് പുറം ഭാഗമൊക്കെ നമ്മളൊരു പേരിന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഉൾഭാഗം നല്ല വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ ഗ്രൈൻഡിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ആ കാണുന്ന 2 ലെഗിൻ്റെ ഇടയിലേക്ക്
ഈ പറഞ്ഞ ആക്സിൽ വെച്ചിട്ട് ആ റോളർ രണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. പഴയത് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ആക്സിൽ എടുത്തത്. അല്ലെങ്കിൽ ഈ നീളത്തിൽ നെട്ടും ബോൾട്ട് ഇടാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാക്കി നീളത്തിലുള്ള ആക്സിലിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളയാണ്. നമ്മൾ നെട്ടും ബോൾട്ടുള്ളവർക്ക് ഇടാന്ന് നേരത്തെ പറഞ്ഞതാണ്. ആക്ച്വലി ഇപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ട് ഇളകി പോരാതൊക്കെ വേണ്ടി നമ്മൾ ഓരോ സ്പോട്ട് ചെയ്യണം അവിടെ. അപ്പോൾ സംഭവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ എന്തായാലും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. സംഭവം പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യല്ലേ. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് നിലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിഭാഗം സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയിലൊരു ഗ്രിപ്പിന് വല്ല റബ്ബർ മാറ്റോ അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ വല്ല ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ വണ്ടി ഇതൊന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ എന്തായാലും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വണ്ടി ഇതൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. ഈ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ എന്താ, ചെയിൻ ലൂബ് വളരെ ഈസി ആയില്ലേ. എല്ലാവർക്കും ഈ ചെയിൻ നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കാം, വാഷ് ചെയ്യാം. അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റിൽ അറിയിക്കണം. നമുക്ക് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.